ഞാൻ അവനോടൊപ്പം പോയി. നല്ല തിരക്കുള്ള റോഡിൽ കാറ് നിർത്തിപ്പിച്ചു. അവന്റെ നേരെ ഞാൻ തോക്ക് ചൂണ്ടി. പാവം ഭയന്നുപോയി. അവൻ യാചിച്ചു. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. അവൻ ഡോർ തുറന്നു. ഞാൻ അവന്റെ കണ്ണാടി ഊരിയെടുത്തു. ജീവനിൽ ആശപ്പെട്ട് അവൻ ഇറങ്ങി ഓടി. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. എങ്ങനെ എന്റെ ബുദ്ധി? വണ്ടർഫുൾ. എന്നിട്ട് രണ്ടാമത്തവൻ, ആ കുടികാരൻ തമ്പി. ഞാനൊരു ദിവസം ഹോട്ടലിൽ വെച്ച് അവനെ കണ്ടു. അച്ഛനെയും ചേച്ചിയെയും കൊല്ലുമ്പോൾ അവൻ കുടിച്ച് രസിക്കുകയായിരുന്നില്ലേ? അതുപോലെ തന്നെ അവരെ ഞാൻ കുതിപ്പിച്ച് കൊന്നു. ഇനി ബാക്കിയുള്ളവൻ ഒരുത്തൻ മാത്രം, ജോർജ്. അവനെ ഞാൻ എങ്ങനെ കൊല്ലാൻ പോകുന്നു എന്നറിയണ്ടേ? പറയൂ, കേൾക്കട്ടെ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ചേച്ചിയെ, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. അതെ, ഇൻസ്പെക്ടർ രജനിയാണ്. നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉടനെ വരണം. ഐ വിൽ വെയിറ്റ് ഹിയർ. ഓക്കെ? നിൽക്കടി അവിടെ. നിനക്ക് ലജ്ജയില്ലേ നിന്റെ അനുജനെ വഞ്ചിക്കാൻ? ഞാനൊരു പോലീസ് ഓഫീസറാണ്. ഒരു കൊലയാളിയെ പിടിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിനക്ക് മനസാക്ഷിയില്ലേ? മനസാക്ഷിയെ മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഈ വേഷം ധരിച്ചത്. അവനെ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിയമത്തിനെതിരായി ആര് നടന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. നീ എന്നെയും അറസ്റ്റ് ചെയ്യുമോ? അങ്ങനെ ഒരു സ്ഥിതി അന്ന് ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയൻ, എന്താണ് ഇവരൊക്കെയോ? ശർമ്മയും തമ്പിയും കൊന്നതിന് തെളിവുകൾ ഉണ്ടോന്ന് നീ ചോദിക്കാറില്ലേ? തെളിവുകളോട് കൂടി നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി. തെളിവോ? അതെ. നീ അവരെ കൊന്നത് എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞില്ലേ? അതെല്ലാം നിന്റെ ശബ്ദത്തിൽ തന്നെ ഈ ടേപ്പിലുണ്ട്. ചേച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സാർ, ഈ ടേപ്പിലുള്ളത് എന്താണെന്ന് എനിക്കൊന്ന് കേൾക്കാമോ? ഓഫ് കോഴ്സ്, പ്ലീസ്. യെസ് സാർ. നിനക്ക് വേണ്ടിയല്ല. ജയ, നിന്നെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ പകവീട്ടണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. നിന്റെ ബുദ്ധിശക്തി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ക്രിമിനൽ ബ്രെയിൻ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ. നടന്ന സത്യം ഞാൻ പറയട്ടെ. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാരപ്പനങ്കിളിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ ആണ് നീ. ചേച്ചി, നടന്ന സത്യം ഞാൻ പറയട്ടെ.
പാവാട വേണം മേലാട വേണം പാവാട വേണം മേലാട വേണം. ചേച്ചി എന്ത് ചെയ്താലും അതിലുള്ളതല്ലേ കേൾക്കൂ. ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ What is this? Nonsense. രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ ഫൂളാക്കിയാണ്. സോറി സർ. പഞ്ചാരപ്പനം കിളിക്ക് കൂടെ പറഞ്ഞ സഹോദരിയായിട്ട് പോലും ചേച്ചി പോലീസിന്റെ ബുദ്ധി കാണിച്ചു കളഞ്ഞല്ലോ. ചേച്ചി ഒന്നുമില്ലെങ്കിലും 25 വർഷം കൂടെ ജീവിച്ചവനല്ലേ ഞാൻ. എന്റെ ചേച്ചിയെ പറ്റി എനിക്കറിഞ്ഞൂടെ? ചേച്ചിയുടെ അസുഖവും രാജിയും ഒക്കെ എനിക്കറിയാം. എന്നെ കൊണ്ടുവന്ന് തെളിവെടുപ്പിക്കാനുള്ള വേലയും മനസ്സിലായി. പാവം എന്റെ ചേച്ചിയെ കാണുമ്പോ എനിക്ക് പരിതാപം തോന്നുന്നു. ആ അതെങ്ങനെയാണെന്ന് അറിയണമല്ലേ? പറയാം. സോറി ഇൻസ്പെക്ടർ, ഇതിന്റെ പേരാണ് മൈക്രോഫോൺ. മൈക്കെന്നും പറയും. ആ ഇതെന്റെ കയ്യിൽ എങ്ങനെ വന്നു അറിയണമല്ലേ? പറയാം. ചേച്ചി കയറി വന്നപ്പോ ഞാൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നെയിൽ കട്ടർ താഴെ വീണത് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ മനസ്സിലായോ? അനിയന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ പിടിക്കാൻ വേണ്ടി ചേച്ചി ഇനിയും ശരീരം ക്ഷീണിപ്പിക്കരുത്. ഇൻസ്പെക്ടർ, ആ മൂന്നാമനെയും കൂടി കൊന്നിട്ട് ഞാൻ തന്നെ നിങ്ങളെ വന്ന് കാണാം. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷ വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചുകൊള്ളാം. ഗുഡ് നൈറ്റ്. വായോ, അകത്തേക്ക് വായോ. സാർ 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 എന്തായി? ആരായി പെണ്ണ്? ഒരു തെരുവ് നടത്തി വേറെ ആരെയും കിട്ടിയില്ലേ? ഇതുപോലെ അതേറെ തെറ്റി. ഇവൾ ആരാന്നറിയാതെ, ഇവിടെ തൊഴിലെന്തെന്നറിയാതെ, തൊഴിലിന്റെ വരുമാനം എന്തെന്നറിയാതെ Shut up. നീ ഒരു ഒറ്റ അക്ഷരമുണ്ട്. മുഖവര വേണ്ട. ആരായി പെണ്ണത്? തെരുവിൽ കൂത്താടി പൊതുജനങ്ങളുടെ മനസ്സ് അനാവശ്യമായി ഇളച്ചു കൊടുക്കും. ആ വൈകിക്കണ്ട, കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് ന്യായമാണോ? കൂട്ടിക്കൊണ്ടുവന്ന് വെച്ച് ചേടാ, ഇതെന്തൊരു കഥ. നീയല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്? അതെ സാർ, ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് ഇവിടെ പിടിച്ചത്. എന്ത് പിടിച്ചു? എന്തോന്ന് പിടിച്ചു? കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാൻ ഇവളുടെ കഥ കേട്ട് എന്റെ കരൾ അലിഞ്ഞു പോയി. സാർ, ഞാൻ മത്തിലായി എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോ അവൾ നിന്നെ ചാറ്റിച്ചെന്ന് പറ. എവിടെയായിരുന്നു നിന്റെ കൂത്താട്ടം? വയറ്റിപ്പിഴപ്പിന് വേണ്ടി തെരുവിലാടി. ഇവിടെ ലാക്കപ്പിലിടും. അതാണ് തെറ്റ്. രാത്രി ഒരു പെണ്ണിനെ ലോക്കപ്പിൽ വെക്കാൻ പാടില്ല. എന്താ തിരിച്ചടിയാണോ? ജാമ്യത്തിൽ അടക്കാമെന്ന് വെച്ചാൽ ആര് ജാമ്യം നിൽക്കും? എന്ത് ജാമ്യം? എന്തോന്ന് ജാമ്യം? അതിനെന്താ, ഞാൻ ജാമ്യം കൊടുക്കാമല്ലോ. അറസ്റ്റ് ചെയ്തതെന്ന് ജാമ്യത്തിൽ